ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു ബിഗിനേഴ്സ് ഗൈഡ്. പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിന്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സീരീസ് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ റെസ്പോൺസ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതിൽ വളരെ സന്തോഷം. ഒരുപാട് പേർക്ക് ഇത് ബെനിഫിറ്റ് ആവുന്നുണ്ട്, ഒരുപാട് പേർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്നു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഉദ്ദേശം അത് തന്നെയായിരുന്നു, വളരെ ബേസിക് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കണം എന്ന് തന്നെയായിരുന്നു. അത് നല്ലൊരു ഇതായിട്ട് കുറേ പേര് പറയുന്നുണ്ട്, അത് വളരെ സന്തോഷം തരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വേറെ കുറച്ച് പേര് 5ാമത്തെ പാർട്ട് എവിടെ, 4ാമത്തെ പാർട്ട് കഴിഞ്ഞു, 5ാമത്തെ പാർട്ടില്ലേ, 6ാമത്തെ പാർട്ട് എവിടെ, അങ്ങനെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കാത്തവരാണെങ്കിലും അങ്ങനെ ഒരു വെയിറ്റിംഗ്, നിങ്ങൾ 5ാമത്തെ പാർട്ട് കിട്ടിയിട്ട് വേണം അടുത്ത് നോക്കാൻ എന്നുള്ള ലെവലിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ മുൻപും ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് ക്ഷമ ഉണ്ടാവണം, നമുക്ക് പേഷ്യൻസ് എന്നുള്ള സാധനം വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ഇപ്പോൾ ഞാനൊരു 10 വീഡിയോ ഒരുമിച്ച് ഒരാഴ്ച കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 10 വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അടുത്ത ദിവസം പോലും നിങ്ങൾ ട്രേഡിൽ പുലിയാവും, പ്രൈസ് ആക്ഷൻ ട്രേഡർ ആയെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു വീഡിയോ ആണെങ്കിലും അത് നിങ്ങൾ മാക്സിമം ഇരുന്ന് എത്രത്തോളം സ്പെൻഡ് ചെയ്യാൻ പറ്റും, ചാട്ടിനകത്ത് ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പം ഈ ചെയ്ത 4 വീഡിയോസ് നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ പരം ഈ 4 ടോപ്പിക്ക് മാത്രമായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. കാരണം ഈ ഒരു കാര്യം വളരെ ബേസിക് ആണ്. ഇതിൽ നമ്മൾ തറവായി കഴിഞ്ഞാലാണ് ഇനി പോകുന്ന കീ ലെവൽസും സ്ട്രക്ചേഴ്സും എല്ലാ കാര്യങ്ങളും പാറ്റേൺസും എല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം അറിയുമായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി. പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ എവിടെ വെച്ചാൽ നമ്മളിത് ഒരാൾക്ക് വേണ്ടിയിട്ടില്ല, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി, ഒരു ബിഗിനർ എന്നുള്ള ലെവലിൽ എല്ലാവർക്കും മനസ്സിലാവണം എന്നുള്ള രീതിയിലാണ് ഇത് തുടങ്ങുന്നത്. സോ ഞാൻ ആദ്യം തന്നെ ഈ 4 വീഡിയോ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ദിവസം 2 വീഡിയോ ഒക്കെ ഇട്ടാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് സമയം തരികയാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ചാർട്ടിനകത്ത് അനലൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം തന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ 4 വീഡിയോ ഇട്ടത്. എൻ്റെ ഐഡിയ എന്തായിരുന്നു വെച്ചാൽ ആഴ്ചയിൽ 1 വീഡിയോ ഇടണം എന്നുള്ളതായിരുന്നു. ഞാൻ മാക്സിമം 2 വീഡിയോ ഇടാൻ ശ്രമിക്കാം. പക്ഷേ അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇടുന്നതിലല്ല കാര്യം. ഞാൻ എത്ര വീഡിയോ വേണം, ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ 10-12 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പ്രൈസ് ആക്ഷൻ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് പോകാം. പക്ഷേ അതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾക്ക് ഒരു മെച്ചം ഉണ്ടായാലും നിങ്ങൾ ഒരു കാരണവശാലും ഈ വീഡിയോ കണ്ടുകൊണ്ട് പ്രൊഫഷണൽ ട്രേഡർ ആവാൻ പോകുന്നില്ല. സോ അതിന് നിങ്ങൾ ഈ പറഞ്ഞ വീഡിയോ നിങ്ങളുടെ ക്യാൻഡിനകത്ത് ഇട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അതുകൊണ്ടാണ്. അല്ലാണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണാൻ തന്നെ നിങ്ങൾക്ക് വെയിറ്റിംഗ് ആണ്, അടുത്ത ആകാംക്ഷയാണ്. സോ അങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടെന്നുള്ള ട്രേഡിങ്ങിൽ ഒരിക്കലും സക്സസ്ഫുൾ ആവില്ല ബ്രോസ്. ഞാനിത് നിങ്ങൾക്ക് ഹേർട്ട് ആവാൻ വേണ്ടി പറഞ്ഞല്ല, പക്ഷെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പെട്ടെന്ന് വരണം എന്നുള്ളത് ചിന്തിക്കരുത്. ഈ ഇട്ട സാധനം നിങ്ങൾ മാക്സിമം, ഞാൻ ഇടുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി ചാട്ടിനകത്ത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ നോക്കുക. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നെയിമിംഗ് കൺവെൻഷൻസിനെ കുറിച്ചാണ്. നെയിമിംഗ് കൺവെൻഷൻസ് നമ്മൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ട്രേഡിംഗ് അപ്പ് ട്രെൻഡ് എന്നുള്ളത്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇട്ട് കഴിഞ്ഞാൽ ട്രെൻഡ് മാറുന്നൊക്കെ. സോ അങ്ങനെ എല്ലാ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിലും ട്രെൻഡ് മാറുന്നില്ല. അതിന് കുറച്ച് നെയിമിംഗ് കൺവെൻഷൻസ് ഉണ്ട്. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഹയർ ഹൈ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഹയർ ഹൈ, ഹയർ ലോ അല്ലാണ്ട് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. എപ്പോഴാണ് ഒരു ട്രെൻഡ് ചേഞ്ച് ആയി, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇട്ട് എപ്പോഴാണ് ട്രെൻഡ് ചേഞ്ച് ആയി എന്നുള്ളതെല്ലാം ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. എപ്പോഴത്തേനും പോയ വൈറ്റ് ബോർഡിനകത്ത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തു തരാം, അതിനുശേഷം ചാർട്ടിനകത്തേക്ക് പോവാം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. ഇതിന് മുൻപ് ഈ ഒരു വീഡിയോ കാണുന്നതിനേക്കാളും ഇതിന് മുൻപ് ചെയ്ത 4 വീഡിയോസ്, എസ്പെഷ്യലി സ്ട്രക്ചേഴ്സിന്റെ 2 വീഡിയോസ് ഉണ്ട്. അത് കാണാതെ ഒരിടത്ത് വന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്നും മനസ്സിലാവില്ല. കാരണം അതും ഇത് തമ്മിൽ നല്ല രീതിയിൽ കോറിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ്. സോ നമുക്കറിയാം സ്ട്രക്ചേഴ്സ് 2 ഉണ്ടെന്ന് അറിയാം. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ 2 സ്ട്രക്ചറാണ് മെയിൻലി ഉണ്ടാവും. ഒരു സ്ട്രക്ചർ ഹൈ ഉണ്ടാവും, ഒരു സ്ട്രക്ചർ ലോയും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ, ഒരു സ്ട്രക്ചർ ഹൈയോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോൾ ഒരു സ്ട്രക്ചർ ഹൈയോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ലോയോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു. സോ നമുക്ക് ഇതിനകത്ത് ഇപ്പം സ്ട്രക്ചർ ഹൈ ഏതാണെന്ന് വെച്ചാലും സ്ട്രക്ചർ ലോ ഏതാണെന്ന് വെച്ചാലും കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ ഏരിയ സ്ട്രക്ചറിനകത്ത് ഇപ്പം നമുക്കറിയാം ഇതിനകത്ത് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതോ ബ്രേക്ക് ചെയ്യണം. പക്ഷെ ഇത് കിട്ടാണ്ട് ഇതിനകത്ത് തന്നെ പല രീതിയിലുള്ള സ്ട്രക്ചേഴ്സ് ഹൈയും ലോയും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് മൈനർ സ്ട്രക്ചേഴ്സ് എന്ന്. സോ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന മെയിൻ സ്ട്രക്ചറിനെ അതായത് ഈ ഒരു സാധനത്തിന് നമ്മൾ മേജർ സ്ട്രക്ചർ എന്നും പറയും. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിന്, അതായത് ഈ ഒരു സംഭവത്തിന് ഇതിനകത്ത് ഈ ഒരു സ്ട്രക്ചറിനകത്ത് ഫോം ചെയ്തിട്ടുള്ള പല രീതിയിലുള്ള സ്ട്രക്ചേഴ്സിനെ നമ്മൾ മൈനർ സ്ട്രക്ചേഴ്സ് എന്നും പറയും. സോ എന്താണ് മേജർ സ്ട്രക്ചർ, എന്താണ് മൈനർ സ്ട്രക്ചർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതിപ്പം അപ് ട്രെൻഡിന്റെ കേസ് ആണെങ്കിലും അതെ, ഡൗൺ ട്രെൻഡിന്റെ കേസ് ആണെങ്കിലും അതെ, ഒരേപോലെ തന്നെയാണ്. ഇപ്പം ഇങ്ങനെ വന്നു. ഇപ്പൊ നമുക്കറിയാം ഇതിനകത്ത് ഒരു സ്ട്രക്ചർ ഹൈയോ സ്ട്രക്ചർ ലോയോ കിട്ടണമെങ്കിൽ ഒന്നുമില്ല ഇത് ബ്രേക്ക് ആവണം അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ആവണം. പക്ഷെ ഇതിനകത്ത് ഇത് രണ്ടും ബ്രേക്ക് ആവാണ്ട് ഇതിനകത്ത് തന്നെ പല രീതിയിലുള്ള സ്ട്രക്ചേഴ്സ് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഫോം ചെയ്യുന്ന സ്ട്രക്ചേഴ്സിനെ നമ്മൾ മൈനർ സ്ട്രക്ചർ എന്നും ഇതിനെ നമ്മൾ മേജർ സ്ട്രക്ചർ എന്നും പറയും. സോ ഇതിനകത്ത് എല്ലാം മൈനർ സ്ട്രക്ചറിൽ അപ്പം നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുമോ വെച്ചാൽ അതെല്ലാം നമുക്ക് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗിൽ വരുമ്പോൾ പഠിക്കാം. നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇപ്പം നമ്മൾ പോകുന്ന വഴി നിങ്ങൾക്ക് എല്ലാം മെല്ലെ മനസ്സിലാക്കാൻ പറ്റും. സോ എങ്ങനെയാണ് മേജറും മൈനറും കൺസിഡർ ചെയ്യാമെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞ ഈ നെയിമിംഗ് കൺവെൻഷൻസ് ഉദ്ദേശിക്കുന്ന എല്ലാവരും പറഞ്ഞിട്ടുണ്ട് സ്ട്രക്ചർ ഹയർ ഹൈ ഹയർ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹയർ ഹൈ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഹയർ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നല്ല. സോ ഇതെങ്ങനെയാണ് നെയിമിംഗ് വരുന്നത് വളരെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ
നമുക്ക് അതേപോലെ ഒരു സ്ട്രക്ചർ വരച്ചു, ഹൈ വരച്ചു, ലോ വരച്ചു, വീണ്ടും ഹൈ വരച്ചു, ലോ വരച്ചു, ഹൈ വരച്ചു, ലോ വരച്ചു. അപ്പം നമുക്കറിയാം ഈ ഒരു പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഹൈയും ഇത് ലോയുമാണ്. ഇത് ലോ ആണ്, ഇത് ഹൈ ആണ്. അടുത്തത് നമ്മൾ ഇവിടെയാണ് നമ്മൾ നോക്കുന്നത്, ഇതാണ് നമ്മുടെ സ്ട്രക്ചറായിട്ട് കിട്ടുന്നത്. അപ്പം ഈ ഒരു സ്ട്രക്ചർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം ഇതിന് തൊട്ട് മുമ്പിൽ ഫോം ചെയ്തേക്കണം ഹൈ എവിടെയാണെന്ന് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഈ ഒരു ലോ ഫോം ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ മുന്നിൽ എവിടെയാണ് ലോ ഫോം ചെയ്തേക്കുന്നത്, ഈ ലോയുടെ മേലെയാണോ ലോ ഫോം ചെയ്തേക്കണത്, ഇതിന്റെ താഴെയാണോ ലോ ഫോം ചെയ്തേക്കണേ. സോ ഇതിന്റെ മേലെയാണോ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ഇങ്ങനെ ഒരു സംഭവം വന്ന് ചിലപ്പോൾ ഇങ്ങനെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഇതിന്റെ മേലെയാണ് ഈ ഒരു ലോ വന്നേക്കണത് അല്ലേ. ഈ ഒരു ലോ എന്ന് പറയുന്നത് ഇപ്പം ഇതിന്റെ താഴെയല്ലേ വന്നേക്കണേ, ഇപ്പം ഇതിന്റെ മുകളിലല്ലേ വന്നേക്കണേ. സോ അത് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതായത് റീസെന്റ് ആയിട്ട് ഫോം ചെയ്ത ഹൈയും ലോയും ഇപ്പം ഫോം ചെയ്ത ഹൈയും ലോയും തമ്മിൽ എവിടെയാണ് കിടക്കണേന്ന് നോക്കുക. അതിനനുസരിച്ച് നമ്മൾ നെയിമിംഗ് കൺവെൻഷൻസ് കൊടുക്കും. അതായത് ഇപ്പം ഇത് ഹൈ ആണ്, ഇത് ലോ ആണ്. സോ അടുത്ത ഹൈ ഇവിടെയാണ് കിട്ടിയേക്കണത്. ഈ ഹൈ എന്ന് പറയുന്നത് എവിടെയാണ്, നേരത്തെ ഫോം ചെയ്ത ഹൈയെക്കാട്ടിലും കുറച്ചും കൂടി ഹയ്യറിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഹൈ എന്ന് പറഞ്ഞിട്ട് പേരിടും. അങ്ങനെ പേരിടുക, നിങ്ങൾ അങ്ങനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഹൈ എന്ന് പറയുന്നത് ഈ ഹൈയേക്കാളും മുകളിലാണ്. അതിനുശേഷം ഈ ഒരു ലോ നോക്കണം. ഈ ഒരു ലോ നോക്കുമ്പം ഇതിനെ മുൻപ് ഫോം ചെയ്ത ലോ എവിടെയാണെന്ന് നോക്കും. സോ ഇതിനെ മുൻപ് ഫോം ചെയ്ത ലോ പറഞ്ഞാൽ ഇതിനേക്കാളും താഴെയാണ്. അപ്പം ഈ ഒരു ലോക്ക് എന്ത് പേരാണ് നമ്മൾ ഇടുക, ഇതിനേക്കാളും ഇതിന് തൊട്ട് പിന്നിലുള്ളതാണ്. അപ്പം ഈ ലോ എന്ന് പറയുന്നത് ഇതിനേക്കാളും മുകളിലാണ്. അപ്പോൾ നമ്മളിവിടെ ഹയർ ലോ എന്ന് പേരിടും. അടുത്തത് നോക്കുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു ലെവലിലേക്ക് വന്നു. സോ ഈ ഒരു ലെവലിലേക്ക് നോക്കുമ്പം ഇതെന്താ നോക്കുക, ഇത് നോക്കണത് ഇതിന്റെ പിന്നിലുള്ള ഇതിന്റെ മുൻപത്തെ ക്യാൻഡലിന്റെ ഹൈ എവിടെയാണെന്നുള്ളത്, ഇതിന് മുൻപ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തേക്കണം എവിടെ നോക്കും. സോ ഇത് ഇവിടെയാണ് ഹൈ. അപ്പോൾ ഈ ഒരു ഭാഗം നോക്കുമ്പോൾ ഇത് ഹൈയർ ഹൈ അല്ല, ഇത് ജസ്റ്റ് ഹൈ ആണ്. സോ ഇവിടെ ഇരിക്കുന്ന സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഇതിന്റെ മുകളിൽ മാത്രമാണ്. അപ്പം നമ്മൾ ഇതിനെ പറയുന്നത് ഹൈയർ ഹൈ തന്നെയാണ് പറയുക. അല്ലാണ്ട് നമ്മൾ എച്ച് എന്ന് പറയില്ല, ട്രിപ്പിൾ ഹൈയർ ഹൈ എന്നൊന്നും പറയില്ല. കാരണം ഹൈ ഇവിടെയാണ്, ഹൈയർ ഹൈ ഇവിടെയാണ്. സോ ഈ ഒരു ഭാഗം നോക്കുമ്പം ഇതിന്റെ മുന്നിലുള്ള ഹൈ എവിടെയെന്ന് മാത്രമേ നോക്കുള്ളൂ. ഈ ഹൈയെക്കാട്ടിലും മുകളിലാണെങ്കിൽ ഹൈയർ ഹൈ, അതുപോലെ ഈ ഒരു ലോ ഇത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോനെക്കാട്ടിലും മുകളിലാണെങ്കിൽ ഇത് നമ്മൾ ഹൈയർ ലോ. സോ ഇങ്ങനെയാണ് നെയിമിംഗ് കൺവെൻഷൻസ് വരുന്നത്. ഇനി ഇതേ സാധനം ഡൗൺ ട്രെൻഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഡൗൺ ട്രെൻഡിലേക്ക് വരികയാണെങ്കിൽ എന്താ ഉണ്ടാവും, ഇതേപോലെ തന്നെ താഴത്തേക്കും ഇതേപോലെ താഴത്തേക്ക് ഇതേപോലെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തു, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇങ്ങനെ വന്നു. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ്, ഇതൊരു ഹൈ ആണ് അല്ലേ, ഇതിലൊരു ഡൗട്ടും ഇല്ലല്ലോ, ഇതൊരു ഹൈ ആണെന്ന് എല്ലാവർക്കും ഉറപ്പല്ലേ. അതുപോലെ ഇതെന്താണ്, ഇതൊരു ലോ ആണ്. അപ്പോൾ ഈ ഒരു ഹൈ നോക്കുകയാണ്, ഈ ഒരു ഹൈ എന്ന് പറയുന്നത് എൻ്റെ ഹൈ എവിടെയാണ്, ഇതിന് മുൻപ് ക്രിയേറ്റ് ചെയ്ത ഹൈ എവിടെയാണ്, ഞാൻ ഇതിനേക്കാളിലും താഴെയാണ്. ഇത് പറയുകയാണ് ഞാൻ ഈ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഹൈയെക്കാളിലും താഴെയാണ്. അപ്പം ഇതൊരു ലോവർ ഹൈ ആണ്, മുൻപ് ക്രിയേറ്റ് ചെയ്ത ഹൈയെക്കാളിലും താഴെയാണ് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലോ നോക്കുകയാണെങ്കിലോ, മുൻപ് ക്രിയേറ്റ് ചെയ്തേക്കണ ലോയേക്കാളും കുറച്ചും കൂടി താഴെയാണ് ഞാൻ. അപ്പം ലോവർ ലോ ആണ്. സോ ലോവർ ഹൈ ലോവർ ലോ വന്നു. അതേപോലെ അടുത്ത ഈ ഒരു ആക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹൈ, ഈ ഒരു ഇത് എവിടെ വന്നേക്കണേ, അങ്ങനെയാണ് വന്നേക്കണേ വിചാരിക്കുക. സോ ഈ ഒരു ലോ എന്ന് പറയുന്നത് ഈ ഒരു ലോയേക്കാളും കുറച്ചും കൂടി താഴെയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ലോവർ ലോ എന്ന് പറയും. ഈ ഒരു ഹൈ ലോവർ ഹൈ ഇത് നോക്കുകയാണെങ്കിൽ ഇതൊരു ഹൈ ആണ്, പക്ഷേ ഇതിന് മുൻപത്തെ ഹൈ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും മുകളിലാണ്. അപ്പോൾ ഞാനൊരു ലോവർ ഹൈ ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ നെയിമിംഗ് കൺവെൻഷൻസ് മനസ്സിലാക്കുക. സോ ഇതിൽ നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്. വളരെ ബേസിക് ആയിട്ട് സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു സിനാരിയോ കൂടി ഉണ്ട് ഇതിനകത്ത്. അതായത് ഇങ്ങനെ ഫോം ചെയ്തു ചിലപ്പം ഇവിടെ തന്നെ കടന്ന് കളിക്കുകയാണ്, ഇങ്ങനെ തന്നെ കടന്ന് കളിക്കുകയാണ് വിചാരിക്കുക. അപ്പം നമ്മൾ പറഞ്ഞു ഇത് ഹൈ ആണ്, ഇത് ലോ ആണ്. അപ്പോൾ ഇതിനെ വെച്ച് നോക്കുമ്പോൾ പറയും ഞാൻ നേരത്തേക്കാളും കുറച്ചും കൂടി മുകളിലാണ്, മുമ്പ് ഫോം ചെയ്തതിനേക്കാളും കുറച്ചും കൂടി മുകളിലാണ് ഞാൻ. അപ്പോൾ ഞാനൊരു ഹൈയർ ഹൈ ആണ്. ഞാൻ മുമ്പ് ഫോം ചെയ്തതിനേക്കാളും കുറച്ചും കൂടി മുകളിലാണ്, അപ്പോൾ ഞാനൊരു ഹൈയർ ലോ ആണ്. അടുത്തത് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പം ഇത് ഏകദേശം ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യാം കേട്ടോ. സോ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം ഇതിന് പറയാൻ പറ്റില്ല. ഞാൻ ഇതിന് മുൻപ് ഇത് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ ഞാൻ ഇതിന് മുൻപ് ക്രിയേറ്റ് ചെയ്ത ഹൈയെക്കാട്ടിലും മുകളിലുമല്ല, മുൻപ് ക്രിയേറ്റ് ചെയ്ത ഹൈയെക്കാട്ടിലും താഴെയുമല്ല. അപ്പോൾ ഞാൻ മറ്റവൻ്റെ കൂടെ തന്നെയാണ്, ഒരേപോലെയാണ്. അപ്പോൾ നമ്മളിവിടെ ഈക്വൽ ഹൈ എന്ന് പറയും, ഈ ഒരു റേഞ്ചിനെ ഈക്വൽ ഹൈ എന്ന് പറയും. അതുപോലെ തന്നെ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിലോ അതും ഇതുപോലെ തന്നെയാണ്. ഈ ലോനേക്കാളും താഴെയല്ല മേലെയല്ല, രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഈക്വൽ ലോ എന്നും പറയും, ഈക്വൽ ലോ എന്നും പറയും. അതിനുശേഷം മേ ബി ഇതൊരു ബ്രേക്ക് ഔട്ട് വന്നു, ഇതൊരു സ്ട്രക്ചറായി, ഇതൊരു സൈഡ് വേസ് ആയില്ലേ. അതിനുശേഷം ഇതൊരു സ്ട്രക്ചർ ബ്രേക്ക് ആയി എന്ന് വിചാരിക്കുക. ബ്രേക്ക് ആണ് സമയത്ത് ഈ ഈക്വൽ ലോയെക്കാട്ടിലും കുറച്ചും കൂടി താഴെയാണ് ഇത് ഫോം ചെയ്തേക്കണം അല്ലേ. അപ്പോൾ ഇതെന്തായി, ലോവർ ലോ ആയി, പുതിയൊരു ലോ ആയി ക്രിയേറ്റ് ചെയ്തത്. കാരണം ഈ ഒരു ഈക്വൽ ലോനെക്കാട്ടിലും താഴെയാണ് ഫോം ചെയ്തത്. അപ്പോൾ ഇതിനെ നമ്മളൊരു ലോവർ ലോ ആയിട്ട് കൺസിഡർ ചെയ്യും. അതെങ്ങനെയാ വന്ന് മനസ്സിലായി. കാരണം ഈ ഭാഗം നോക്കുമ്പോൾ ഇതിനേക്കാളും താഴെയാണ് ഞാൻ. അതല്ല ഇനി ഇതിപ്പോൾ മേളിലേക്കാണ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഹൈയെ വീണ്ടും നമ്മൾ നോക്കും, അപ്പോൾ വീണ്ടും ഒരു ഹൈയർ ഹൈ ആയി, പുതിയൊരു ഹൈയർ ഹൈ കിട്ടി. സോ ഇങ്ങനെയാണ് ഹൈയർ ഹൈ, ഹൈയർ ലോ, ഈക്വൽ ഹൈ, ഈക്വൽ ലോ എന്ന് പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കണം. സത്യം പറഞ്ഞാൽ 6 നെയിമിംഗ് കൺവെൻഷൻസ് ആണത്. ഈ 6 ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണിക്കുകയാണെങ്കിൽ
ഹയർ ഹൈ ഉണ്ട്, ഹയർ ലോ ഉണ്ട്, ലോവർ ഹൈ ഉണ്ട്, ലോവർ ലോ ഉണ്ട്, അതുപോലെ ഈക്വൽ ഹൈ ഉണ്ട്, ഈക്വൽ ലോയും ഉണ്ട്. സോ ഇങ്ങനെയാണ് 6 നെയിമിംഗ് കൺവെൻഷൻസ് ഉള്ളത്. സോ ഇത് നമ്മൾ ചാർട്ടിനകത്ത് വളരെ അത്യാവശ്യമായിട്ട് മാർക്ക് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ ഏതാണ് മേജർ സ്ട്രക്ചർ, ഏതാണ് മൈനർ സ്ട്രക്ചർ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം മേജർ സ്ട്രക്ചറും മൈനർ സ്ട്രക്ചറും നിങ്ങൾക്ക് പക്ക ആയാൽ മാത്രമേ നിങ്ങൾക്ക് കീ ലെവൽ മനസ്സിലാവൂ, എൻട്രി കിട്ടൂ, പാറ്റേൺസ് മനസ്സിലാക്കാൻ പറ്റൂ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞ സ്ട്രക്ചർ, മേജർ സ്ട്രക്ചർ ഏതാ, മൈനർ സ്ട്രക്ചർ ഏതാന്നുള്ളത്, അതായത് ഇങ്ങനെ പോയിട്ട് ഏതാണ് മേജർ സ്ട്രക്ചർ ഏതാണ് മൈനർ സ്ട്രക്ചർ എന്ന് കണ്ടുപിടിക്കണം. പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. മേജർ സ്ട്രക്ചറിന്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ക്യാൻഡിൽ ഒരു പുഷ് ഫേസ് ഉണ്ട്, അതുപോലെ എക്സോഷൻ ഫേസ് ഉണ്ട്. നമ്മൾ ട്രെൻഡിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പുഷ് ഫേസ് ഉണ്ട് എന്നുള്ളത്. സോ പുഷ് ഫേസ് കഴിഞ്ഞ് എക്സോഷൻ ഫേസിൽ ഒരു 1, 2, 3 ക്യാൻഡിൽ, മാക്സിമം ഒരു 3 ക്യാൻഡിലെങ്കിലും എക്സോഷൻ ഫേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 3 ക്യാൻഡിൽ എക്സോഷൻ ഫേസിലേക്ക് വന്നിട്ട് മാർക്കറ്റ് മുകളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മേജറായിട്ട് കൺസിഡർ ചെയ്യും. ചിലപ്പോൾ എക്സോഷൻ ഫേസിനകത്ത് ഒരു ക്യാൻഡിലേ ഉള്ളൂ എന്ന് വിചാരിക്കുക, ഒറ്റ ക്യാൻഡിലോടുകൂടി എക്സോസ്റ്റ് ചെയ്ത് മാർക്കറ്റ് വീണ്ടും കയറുകയാണെങ്കിൽ നമ്മൾ അതിനെയൊക്കെ മൈനറായിട്ട് കൺസിഡർ ചെയ്താൽ മതി. സോ എങ്ങനെയാണ് പുഷ് ഫേസിൽ എക്സോഷൻ ഇതൊക്കെ അറിയാൻ നിങ്ങൾക്ക് വിശ്വസിക്കുന്നില്ല, പുഷ് ഫേസ് എന്താ എക്സോഷൻ ഫേസ് എന്താണെന്നുള്ളത് ട്രെൻഡിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതും കാണുക. സോ വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒരു പുഷ് ഫേസ് കഴിഞ്ഞ് എക്സോഷൻ ഫേസിനകത്ത് ചിലപ്പോൾ 2 3 ക്യാൻഡിൽ എക്സോഷൻ ഫേസിൽ ഉണ്ടാവണം, ഒരു 1 2 ബിയറിഷ് ക്യാൻഡിൽ ഉണ്ടാവണം, ബുള്ളിഷ് ക്യാൻഡിൽ ആവരുത്. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും മേലേക്ക് കയറി പോവുക, നമ്മളതിനെ മേജർ എന്ന് പറയും. അതല്ലാണ്ട് എക്സോഷൻ എന്നുള്ള ഒറ്റ ക്യാൻഡിൽ വന്ന് മേലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മളൊരു മൈനർ സ്ട്രക്ചറായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിന്റെ കേസും നെയിമിംഗ് കൺവെൻഷൻസും. നമ്മളിപ്പോൾ ഇതിന്റെ ഒരു GBP യൂസ് ഒരു ഫോറക്സിൽ എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്, അപ്പം കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കി ഈ ഒരു ഏരിയയിൽ 2-3 റിജക്ഷൻസ് വന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് വന്നിട്ട് ഒരു ഏരിയ വന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതും അടുത്തത് ഇവിടെ ഒരു ഹൈയും കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഹൈയും ലോയും നമുക്കറിയാം, സ്ട്രക്ചർ ഹൈയും സ്ട്രക്ചർ ലോയും ആണ്. അപ്പോൾ ഇത് നമ്മളൊരു മേജർ സ്ട്രക്ചറായിട്ട് കൺസിഡർ ചെയ്താൽ മതി. കാരണം ഇത്രയും നമ്മൾ നോക്കുള്ളൂ. കറന്റ് ചാർട്ടിൽ വരുമ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ 2-3 റിജക്ഷൻ വന്നതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു മേജറായിട്ടും കീ ലെവലല്ല മേജർ സ്ട്രക്ചറായിട്ടും മേലേക്ക് ഈ ഒരു ഇതാണ് മേജർ സ്ട്രക്ചറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി ഇതിനകത്ത് തന്നെ നോക്കിയാൽ നമുക്ക് ഇതിനകത്ത് തന്നെ നോക്കുമ്പം ഇവിടെ ഒരു സാധനം വന്നു, അതിന് ശേഷം ഇവിടെ ഇങ്ങനെ വന്നു, ഇതിനകത്ത് ചാർട്ട് വെള്ള കളറാക്കും. ഓക്കെ, ഇങ്ങനെ നോക്കിയേ. സോ ഇത് നമുക്കൊരു സ്ട്രക്ചർ അല്ലേ, ഇത് നമുക്കൊരു ഹൈയും ലോ ആയിട്ടാണ് കിട്ടിയേക്കണേ അല്ലേ. ഇതൊരു നമുക്ക് ലോ ആണ്, ഇത് നമുക്ക് ലോ ആണ്, ഇത് നമുക്ക് ഹൈ ആണ്. പക്ഷേ ഇത് ഈ ഒരു സ്ട്രക്ചറിനകത്താണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, അതിനെ നമ്മൾ മൈനർ സ്ട്രക്ചറായിട്ട് കൺസിഡർ ചെയ്യും. മനസ്സിലായി എന്ന് വിശ്വസിക്കേണ്ട, അതിനെ നമ്മൾ മൈനർ സ്ട്രക്ചറായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മേജർ മൈനർ കണ്ടുപിടിക്കുക എന്നുള്ളത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇനി കൂടുതൽ പറയുകയാണെങ്കിൽ ഇന്ത്യൻ നെയിമിംഗ് കൺവെൻഷൻസ് നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്ത് തന്നെ ഒരു നെയിമിംഗ് കൺവെൻഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് ഒരു ഹൈ ആണ്, ഇതൊരു ഹൈ ആണ്, ഇതൊരു ലോ ആണ്. അടുത്ത് ഇതൊരു ഹയ്യർ ഹൈ ആണ്, ഇതൊരു ഹയ്യർ ലോ ആണ്. അതിനുശേഷം ഇതൊരു ഈക്വൽ ഹൈ ആണ്. കണ്ടോ, ഇത് രണ്ടും ഒരേ റേഞ്ചിലാണ് കിടന്ന് കളിച്ചേക്കണം. സോ ഇതൊരു ഈക്വൽ ഹൈ ആണ്, ഇത് ഒരു ലോവർ ലോ തന്നെയാണ്. കാരണം ഈ ഒരു ലോനേക്കാട്ടിലും മുകളിലാണ് പോയേക്കണം. അപ്പോൾ ഹയ്യർ ലോ തന്നെയാണ്, ലോവർ ലോ അല്ല ഹയ്യർ ലോ ആണ്. അവിടുത്തെ നമുക്ക് ഇതൊരു ഹൈ ആണ്, അത് ഹയ്യർ ഹൈ ആണ്, ഇത് ഒരു ഹയ്യർ ലോ ആണ്. അതിനുശേഷം ഇവിടെ നോക്കി, ഈ ഒരു ഭാഗം നോക്കുമ്പോൾ ഇത് നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടി, ഈക്വൽ ലോ ആയിട്ട് കിട്ടിയിട്ട് ഒരു ബ്രേക്ക് ഔട്ട് വന്നു. സോ ഇവിടെ ഒരു ഈക്വൽ ലോ ആയിരുന്നു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് താഴത്തേക്ക് വന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു ലോവർ ലോ ആണ് കിട്ടിയത്. കാരണം ഈ ഒരു ലോയെക്കാളും താഴെയാണ് ഈ ഒരു ലോ, അതുകൊണ്ട് നമുക്ക് ലോവർ ലോ ആയിട്ടാണ് കിട്ടിയത്. സോ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഞാൻ ചാർട്ടിനകത്ത് കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്യുക. ഞാൻ എല്ലാം അങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ഈ മറ്റുള്ള വീഡിയോ പോലെ മറ്റുള്ള അനാലിസിസ് ഒക്കെ കാണുന്ന പോലെ കാണുകയുള്ളൂ. നിങ്ങൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ കാര്യമുള്ളൂ. സോ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് വന്ന് ചോദിക്കുക. അതിനകത്ത് ഒരാൾ പോലും ഈ ഒരു വീഡിയോനെ കുറിച്ചൊന്നും ചോദിക്കുന്നത് കേട്ടിട്ടില്ല. ആരും വന്നിട്ടില്ല എന്നറിയാം, വന്നില്ല എന്നറിയില്ല. പക്ഷേ ആരും ഇങ്ങനത്തെ കാര്യങ്ങൾ ചാർട്ട് വരച്ചിട്ട് ഇതെന്താണ്, ഇതിനകത്ത് ഇതാണോ ലോ, ഇതാണോ ഹൈ ഒന്നും ചോദിക്കണേ എന്നവരെ കേട്ടിട്ടില്ല. ചിലപ്പോൾ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടല്ലോ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സോ ഇതുപോലെ ഇനി പോകുന്നതിൽ ചിലപ്പോൾ ഇനി പോകുന്നതോറും ചിലപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വന്നൊരു കേസാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്കും തീർച്ചയായിട്ടും ഡൗട്ട് വരുന്നതെന്ന് വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ടെലിഗ്രാമിൽ വന്ന് ചോദിക്കാം, ആ ഗ്രൂപ്പിനകത്ത് വന്ന് ചോദിക്കാം. പേഴ്സണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അധികം ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. ഗ്രൂപ്പിനകത്താണ് ഞാൻ എന്തായാലും റെസ്പോൺസ് തരും. ചിലപ്പോൾ വർക്ക് ഉള്ളതുകൊണ്ട് പിന്നെ വീഡിയോ അങ്ങനെ പെട്ടെന്ന് ചെയ്യാനും പറ്റുന്നില്ല. അടുത്ത വീഡിയോ ഉടൻ തന്നെ ഉണ്ടാവില്ല. ഈ ഒരു കാര്യം പഠിച്ചു മേ ബി ഒരാഴ്ചയൊക്കെ എടുത്തിട്ട് അടുത്തൊരു എപ്പിസോഡ്, ഒരാഴ്ചയിൽ മാക്സിമം 2 വീഡിയോ, ഞാൻ പറഞ്ഞ പോലെ ഒരാഴ്ചയിൽ മാക്സിമം 2 വീഡിയോ എന്നുള്ള ലെവലിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾ 50% കഴിഞ്ഞു എന്ന് പറയാം. ഈ ഒരു സ്ട്രക്ചേഴ്സും ഈ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതും അതുപോലെ നെയിമിംഗ് കൺവെൻഷൻസും ട്രെൻഡും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നൊക്കെ പഠിച്ച ഏകദേശം 40-50% നിങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് മൊത്തം ട്രേഡിങ്ങിലല്ല, നമ്മൾ പഠിപ്പിച്ചു തരാൻ ഉദ്ദേശിക്കുന്ന സീരീസിന്റെ 40-50% കഴിഞ്ഞു. ഇനി നമുക്ക് കീ ലെവൽസും പാറ്റേൺസും എൻട്രീസും ഒക്കെ ഉള്ളത്. സോ അതെങ്ങനെയാണെന്നുള്ളത് വരുന്ന വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ആക്കുക. അതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ വന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ടെലിഗ്രാമിൽ വരിക. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.